ലോക് മന്ഥൻ 2024 ഇന്ന് കൊടിയിറങ്ങും. വൈകിട്ട് നടക്കുന്ന സമാപന സഭയെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ നിർമ്മല സീതാരാമൻ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ മാസം 21 മുതൽ തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ ആരംഭിച്ച ലോക് മന്ഥൻ്റെ 4ാമത്തെ എഡിഷൻ ജനപങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ലോക് മന്ഥൻ സമ്മേളനം നമ്മൾക്കറിയാം ഈ മാസം 21 മുതൽ തെലങ്കാനയിൽ നടന്നു വരികയായിരുന്നു. ഇന്ന് അതിൻ്റെ സമാപന സഭയാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു. വിനോദ്, ലോക് മന്ഥന്റെ 4ാമത്തെ എഡിഷന് ഇന്ന് അവസാനം ആവുകയാണ്. ഇന്ന് വൈകിട്ട് 2:30 കൂടിയാണ് സമാപന സഭ ആരംഭിക്കുന്നത്. ആ സമാപന സഭയിൽ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, കൂടാതെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള നിർമ്മല സീതാരാമൻ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കിഷൻ റെഡ്ഡി തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിൽ സാന്നിധ്യമായിട്ടുള്ള പ്രമുഖർ, ഒപ്പം 2500ഓളം പ്രതിനിധികൾ, ഇവരെല്ലാം തന്നെ ഈ ഒരു സമാപന സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ മാസം 21 മുതൽ തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഭാഗ്യനഗറിലാണ് 4ാമത് ലോക് മന്ഥന് തുടക്കമായത്. ആ ലോക് മന്ഥന്റെ ഭാഗമായും പ്രത്യേക വേദിയിൽ സാംസ്കാരിക ചർച്ചകളും കലാപരിപാടികളും അരങ്ങേറി. ഒപ്പം വേദിക്ക് സമീപം ഒരുക്കിയിട്ടുള്ള പ്രത്യേക പ്രദർശിനി, ലോക് മന്ഥന്റെ പ്രത്യേക പ്രദർശിനി ഇത്തവണ ഏറെ ശ്രദ്ധേയമായിരുന്നു. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ, പ്രത്യേകിച്ച് ഗോത്ര സമൂഹങ്ങൾ ഉപയോഗിച്ചിരുന്ന അവരുടെ ആഘോഷ പരിപാടികളിൽ, വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ, മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന പ്രത്യേക വാദ്യോപകരണങ്ങൾ, കൂടാതെ പുരാതനമായ കാർഷിക ഉപകരണങ്ങൾ, നിശ്ചല രൂപങ്ങൾ, കാകതീയ രാജവംശത്തിലെ റാണി രുദ്രമ്മയുടെ നിശ്ചല ദൃശ്യം, അത്തരത്തിൽ ഏറെ കൗതുകം നിറഞ്ഞ എന്നാൽ ഏറെ പ്രാധാന്യമുള്ള വിഭവങ്ങളായിരുന്നു ലോക് മന്ഥന്റെ പ്രത്യേക പ്രദർശനിയിൽ ഒരുക്കിയിട്ടുള്ളത്. അത് കാണുന്നതിന് വേണ്ടി മാത്രം ഒരു ദിവസം ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഈ പ്രദർശനിയിൽ വന്നുപോയി എന്നുള്ളതാണ് ലോക് മന്ഥന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം വിവിധ തരത്തിലുള്ള ചർച്ചകൾ, ഭാരതത്തിന്റെ മുൻപോട്ട് പോക്കുമായി ബന്ധപ്പെട്ട്, സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വിശദമായ ഗൗരവമുള്ള ചർച്ചകൾ ലോക് മന്ഥൻ വേദിയിൽ നടന്നു. വിവിധ പ്രമുഖർ ആ ചർച്ചകളുടെ ഭാഗമായി ഇന്ന് ലോക് മന്ഥന്റെ 4ാമത്തെ എഡിഷൻ ഭാഗ്യനഗറിൽ ലോക് മന്ഥൻ 2024 കൊടിയിറങ്ങുകയാണ്. അതിന്റെ സമാപന സഭയിൽ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുത്ത് സംസാരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ടും അതിലെത്തിയിരിക്കുന്ന പ്രതിനിധികളോടും അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ പ്രതിപാദിക്കും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാകും. വിനോദ്, തീർച്ചയായും ലോക് മന്ഥൻ സമ്മേളനത്തിന്റെ 4ാമത്തെ എഡിഷന്റെ സമാപനമാണ് ഇന്ന് തെലങ്കാനയിൽ നടക്കുന്നത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് സമാപന സഭയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും വിവിധ ദിവസങ്ങളിലായി നടന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.